നമസ്കാരം. ആട്ടപ്പാടലം പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ സോണിയാഗാന്ധി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അവഹേളിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പാവം സ്ത്രീ വായിച്ചു വയ്യാതായി കഷ്ടം എന്നായിരുന്നു സോണിയയുടെ വാക്കുകൾ. പാർലമെന്റിൽ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തെ കുറിച്ചായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയുടെ അധിക്ഷേപ പരാമർശം. അവസാനമാകുമ്പോഴേക്കും പ്രസിഡന്റിന് ക്ഷീണമായി, സംസാരിക്കാൻ പോലും വയ്യാതായി കഷ്ടം. ദ പ്രസിഡന്റ് വാസ് ഗെറ്റിംഗ് വെരി ടയർഡ് ബൈ ദ എൻഡ്, ഷീ കുഡ് ഹാർഡ്ലി സ്പീക്ക്, പുവർ തിങ് എന്ന് സോണിയ പറഞ്ഞപ്പോൾ അരികിൽ മക്കളായ രാഹുലും പ്രിയങ്കയും നിൽക്കുന്നുണ്ടായിരുന്നു. രാഷ്ട്രപതിയുടെ പ്രസംഗം മടുപ്പുളവാക്കുന്നതാണ് എന്നും പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ പറയുന്നു എന്നുമായിരുന്നു രാഹുലിന്റെ പ്രതികരണം. സംഭവത്തിൽ സോണിയക്കെതിരെ വൻ വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. കോൺഗ്രസിന്റെ ഫ്യൂഡൽ ചിന്താഗതികളാണ് ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾക്ക് കാരണമെന്ന് BJP MP സുഗാന്ത മജുംദാർ പ്രതികരിച്ചു. ഒരു വനവാസി വനിത രാഷ്ട്രപതി സ്ഥാനം അലങ്കരിക്കുന്നത് കോൺഗ്രസിന് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ സോണിയയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി ഭരണപക്ഷ MPമാരും രംഗത്ത് വന്നു. വളരെ അപകീർത്തികരമായ പരാമർശമാണ് ഇത്. സോണിയയെയും രാഹുലിനെയും പോലുള്ള നേതാക്കളിൽ നിന്ന് ഇതുപോലുള്ള പരാമർശങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, പ്രത്യേകിച്ച് രാഷ്ട്രപതിക്ക് നേരെ. ആദിവാസി കുടുംബത്തിൽ നിന്നുള്ള വനിതയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയിലെ പ്രഥമ വനിതയാണവർ. കോൺഗ്രസിന്റെ ഫ്യൂഡൽ മനസ്ഥിതിക്ക് അവരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് BJP MP സുഗാന്ത മജുംദാർ പറഞ്ഞു. BJPയുടെ ആരോപണങ്ങൾക്ക് കോൺഗ്രസ് ഇതുവരെയും മറുപടി ഒന്നും തന്നെ നൽകിയിട്ടില്ല. യുവാക്കളുടെ വിദ്യാഭ്യാസത്തിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുവെന്നായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത പാർലമെന്റിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് സോണിയാഗാന്ധി വിവാദ പരാമർശം നടത്തിയത്. അതേസമയം രാജ്യം വികസന പാതയിലാണെന്നും മുൻ സർക്കാരുകളേക്കാൾ മൂന്നിരട്ടി വേഗത്തിലാണ് മൂന്നാം മോദി സർക്കാരിന്റെ പ്രവർത്തനമെന്നും എല്ലാവർക്കും തുല്യ പരിഗണന നൽകുന്നു മോദി സർക്കാർ എന്നും പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ചരിത്രപരമായ ഒത്തിരി ബില്ലുകൾ ഈ സമ്മേളനത്തിൽ വരാനുണ്ടെന്നും മികച്ച ചർച്ച നടക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ന് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ വയ്ക്കും. രാഷ്ട്രപതിയുടെ ഇരു സഭകളെയും അഭിസംബോധന ചെയ്തുള്ള പ്രസംഗത്തിന് ശേഷം ധനമന്ത്രി സാമ്പത്തിക സർവേ അവതരിപ്പിക്കും. രാഷ്ട്രപതി സർക്കാരിന്റെ നയങ്ങളെ പ്രകീർത്തിക്കുകയും സർക്കാരിന്റെ ശ്രദ്ധ എല്ലാ വിഷയങ്ങളിലും എത്തുന്നുണ്ട് എന്ന് അഭിനന്ദിക്കുകയും ചെയ്തു. യുവാക്കളുടെ വിദ്യാഭ്യാസത്തിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ ഇരു സഭകളെയും അറിയിച്ചു. സ്ത്രീകളുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ശാക്തീകരിക്കുന്നതിലാണ് സർക്കാർ വിശ്വസിക്കുന്നത് എന്നും സ്ത്രീ ശാക്തീകരണത്തിൽ മോദി സർക്കാർ നിർണായക ഇടപെടലുകൾ നടത്തുന്നുവെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾ സേനയിൽ യുദ്ധവിമാനങ്ങൾ പറത്തുന്നതും പോലീസിൽ ചേരുന്നതും മുൻനിര കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതും അഭിമാനകരമായ കാര്യമാണെന്നും രാജ്യത്തെ പെൺമക്കൾ ഒളിമ്പിക്സ് മെഡലുകൾ നേടി രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്നുവെന്നും രാഷ്ട്രപതി അഭിസംബോധനയിൽ വ്യക്തമാക്കി.